ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ കാര്യമായിട്ടുള്ള മാത്തമാറ്റിക് കാൽക്കുലേഷൻസോ ഡെറിവേഷൻസോ കോംപ്ലിക്കേറ്റഡായ കുറേ കാര്യങ്ങളൊന്നും ഇല്ല. സത്യത്തിൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് ഒരു കൺസെപ്റ്റ്, സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ. ഈ സെറ്റ് തിയറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോർജ് കാൻഡറാണ്, 19th century. അപ്പോൾ അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റിന് ഒരു ബേസാണ്. നമ്മൾ ട്രിഗണോമെട്രി അല്ലെങ്കിൽ പിന്നെ ഫങ്ഷൻസ്, ഡെറിവേറ്റീവ്സ് ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഈ സെറ്റ് തിയറി എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഒരു ലാംഗ്വേജ്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയാം സെറ്റ്. അപ്പോൾ ആ സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിനു മുന്നേ ഓബ്ജക്ട്സ്, കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. എന്താണ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്? കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് അത് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. കളക്ഷൻ ഓഫ് നമ്പേഴ്സ് അത് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ്. കളക്ഷൻ ഓഫ് ആൽഫാബെറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതൊരു കളക്ഷനാണ്. കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് അതൊരു കളക്ഷനാണ്. അത് ഒരു കളക്ഷനാണ്, ഒരു കൂട്ടമാണ്. പക്ഷെ ഇത് എങ്ങനെ ഒരു സെറ്റ് ആവും? അപ്പോൾ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. അതായത് വെറും കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആയ പോരാ, അത് എങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്നു എന്നത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ ദി സെറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഡെഫിനിഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം ആ കളക്ഷൻ. അപ്പോൾ നമുക്കത് സെറ്റ് എന്ന് പറയും. ഓക്കെ, അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ദി കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മളതിനെ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, നമ്മൾ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ദി സെറ്റ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യും. ദി കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ദി സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം നമുക്ക്. അതാണ് ദി സെറ്റ്. പക്ഷേ ദി കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്, ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് അല്ല. ഡിഫറെൻറ്റ് ടൈപ്പ് അത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് സെറ്റ് അല്ല. മനസ്സിലായോ? അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ക്ലിയർ? ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ സെറ്റ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്രാക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഓബ്ജക്ട്സ് നമ്മൾ കോമിട്ട് തിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? ദി സെറ്റ് 1, 2. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ബി എന്ന് പേര് കൊടുത്തു സെറ്റിന്. അപ്പോൾ ദി സെറ്റ് 3, 6, 10. ഇത് ഒരു സെറ്റാണ്. മനസ്സിലായോ? പിന്നെ സി എന്നുള്ള ഒരു സെറ്റ്, എ, സ്മോൾ ലെറ്റർ എ, ഇ, ഐ, ഒ, യു. ഇതൊരു സെറ്റാണ്, വെൽ ഡിഫൈൻഡ് ആണ്. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പോൾ ദി സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതൊരു സെറ്റാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതെങ്ങനെ എഴുതും? നാച്ചുറൽ നമ്പേഴ്സ് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുക n ഈക്വൽ ടു 1, 2, 3, 4, എക്സെട്ര. സെറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റുകൾ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ദി വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്
അതിനാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സെറ്റ് തിയറി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് തിയറി നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനിപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പർ നമ്മൾ എന്നറിയണം. അതുപോലെ നമ്പർ സിസ്റ്റം, അതിൻ്റെ വേർഡ്സ്, അത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, ഇതെല്ലാം നമ്മളിവിടെ ജനറലായിട്ട് കോമൺ ആയിട്ട് ഈ സെറ്റ് തിയറിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ലെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയണം, റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയണം, പിന്നെ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറേഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റീജേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ടേംസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അതെന്താണ് ആക്ച്വലി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും 0 കൂടിയതാണ് ഇൻറ്റീജർ. ആ വേർഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 up to infinity, -1, -2, -3, -4 up to infinity. ഇതാണ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് അത് സാധാരണ നമ്മൾ ഇസഡ് എന്ന് മാർക്ക് ചെയ്യും. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ്, ഈ വേർഡ്സ് എല്ലാം നമ്മൾ സാധാരണ ഇതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളിത് ക്ലാരിഫൈ ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര കൗണ്ടിങ് നമ്പേഴ്സ് ആയ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതിന് സാധാരണ n+ എന്ന് കൊടുക്കും, n- എന്ന് കൊടുക്കും. ഇൻറ്റീജേഴ്സിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ റാഷണൽ നമ്പേഴ്സ്. എന്താ അടുത്തത് ടേം? റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് Q എന്ന് ഡിനോട്ട് ചെയ്യും സാധാരണ. എന്താ റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് ഇസ് ദി നമ്പർ ഇൻ ദി ഫോം P/Q where Q not equal to 0. നമുക്കറിയാം ഇതെല്ലാം, ഞാൻ ഒന്ന് റെഫർ ചെയ്യണതാണ്. P/Q where Q not equal to 0. Q not equal to 0, Q 0 അല്ലാണ്ട് വരുന്ന ഇങ്ങനെ P/Q എന്ന് എഴുതാൻ പറ്റുന്ന എല്ലാ റിയൽ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ വരുന്ന എല്ലാ നമ്പേഴ്സും 1/2, 1/3, 0.46, 0.89 ഇതെല്ലാം റിയൽ നമ്പേഴ്സ്. അത് മൈനസ്, നെഗറ്റീവ്, 0 എല്ലാ റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, പിന്നെ റാഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എന്താ? എക്സാമ്പിൾ √2, √3, √5 ഇതെല്ലാം ഇറേഷണൽ നമ്പേഴ്സ് ആണ്. P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റാത്ത എല്ലാ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സ്. അപ്പം ഇതെല്ലാം നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യണം മനസ്സിൽ. ഇത് വെച്ചിട്ട് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ, കേട്ടോ. അപ്പോൾ സെറ്റ് തിയറിയിൽ ഇതൊന്നും ഉള്ളതല്ല, പക്ഷെ സെറ്റ് തിയറിയിൽ ഇത് അറിഞ്ഞാൽ എളുപ്പമുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് തിയറിയിൽ അടുത്ത പോയിന്റ് എന്താണെങ്കിൽ ഈ സെറ്റ് നമ്മൾ 2 ടൈപ്പായിട്ട് ഡിനോട്ട് ചെയ്യും, പ്രസന്റ് ചെയ്യും. ഒന്ന് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടേബുലർ ഫോം എന്ന് പറയും. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടേബുലർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം? റോസ്റ്റർ അല്ലെങ്കിൽ ടേബുലർ. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഫോം, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടേബുലർ ഫോം. ഒന്നുമില്ല, അതാണ് ഈ എഴുതിയിരിക്കുന്ന ഫോം. സെറ്റ് B = ദി സെറ്റ് ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇടുന്നു, ഇവിടെ ഓബ്ജക്ട്സ് എഴുതുന്നു, കോമ ഇട്ടിട്ട് എഴുതുന്നു 3, 6, 10, ലാസ്റ്റ് കോമ ഇടണ്ട, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ ഫോം, ഈ സെറ്റ് ഇങ്ങനെ എഴുതുന്ന ഫോമിനെയാണ്
എന്ത് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. റോസ്റ്റർ ഫോം എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു സെറ്റ് ക്ലോസ് ചെയ്തു. ഇതിനെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടേബിളർ ഫോം എന്ന് പറയും. അപ്പൊ സെറ്റ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതുന്ന ഫോമിനെയാണ് റോസ്റ്റർ ഫോം. അപ്പൊ നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ വരും റോസ്റ്റർ ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ചെയ്യും. അപ്പോൾ വേറെ ഫോം എന്താ? രണ്ടാമത്തെ ഒരു ഫോം ഉണ്ട്. ആ ഫോമിനെ പറയും സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോം കഴിഞ്ഞാൽ പിന്നെ സെറ്റ്, ഈ പേര് നോക്കുക, ബിൽഡർ ഫോം. ഇത് വായിച്ചാൽ തന്നെ അറിയാം, ഈ പേര് തന്നെയുണ്ട്, സെറ്റ് ബിൽഡർ ഫോം. ഈ ഫോം നമുക്ക് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സെറ്റ് പോലെ എഴുതാം. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്, റോസ്റ്റർ ഫോം ഉണ്ട്. അപ്പൊ സാധാരണ ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറയും, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറയും. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് സെറ്റ് എന്ന് മനസ്സിലാക്കി. സെറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് well-defined collection of objects. Set is the well-defined collection of objects. അതാണ് ഡെഫിനിഷൻ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു സെറ്റ് സി ഈക്വൽ ടു ദി സെറ്റ് എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു. ഇതെന്താ? ആക്ച്വലി വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ നമ്മൾ ഈ സെറ്റ് ഫോമിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തെഴുതും? സി ഈക്വൽ ടു ദി സെറ്റ്, ഓക്കെ, സെറ്റ് എക്സ് സച്ച് ദാറ്റ്, രണ്ട് ഡോട്ട് കോളൻ, സച്ച് ദാറ്റ് എക്സ് ഈസ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഈസ് vowels in English alphabet എന്ന് എഴുതിയിട്ട് ഈ സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെയാണ് എഴുതുക. അതായത് സെറ്റ് എക്സ് സച്ച് എങ്ങനെ വായിക്കും? ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, സച്ച് ദാറ്റ് ഈ രണ്ട് കുത്തിനെയാണ് സച്ച് ദാറ്റ് എന്ന് വായിക്കുന്നത്. X is the vowels on English alphabet. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നാൽ അത് നമുക്ക് എന്താക്കി മാറ്റി എഴുതണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നുള്ളൊരു ഫോം തന്നാൽ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എഴുതും സി ഈക്വൽ ടു ദി സെറ്റ് എ കോമ ഇ കോമ ഐ കോമ ഒ കോമ യു. ഓക്കെ, ഇവിടെ n ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നാണ് ഈ സെറ്റ്. അപ്പൊ ഈ സെറ്റിനെ നമ്മൾ എന്ത് ഫോമിലേക്ക് മാറ്റി എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തെന്ന് എഴുതണം? n ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് is all natural numbers, is all natural numbers എന്ന് എഴുതി സെറ്റ് ക്ലോസ് ചെയ്താൽ ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. 1, 2, 3, 4 എന്ന്. ഓക്കെ, ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ 0 ഇൻ റോസ്റ്റർ ഫോം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ 0. ഇതിന്റെ സൊല്യൂഷൻ ആണ് സെറ്റ് എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കാണാം നമ്മൾ. അപ്പൊ നമുക്ക് ഇന്ന സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ നമുക്ക് റോസ്റ്റർ ഫോമിൽ സെറ്റാക്കി എഴുതാം. കോമ ഇട്ടിട്ട് 2 ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഉത്തരയും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കാണണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ കാണണം. ഇവിടെ നമുക്കൊരു മെത്തേഡ്, പല മെത്തേഡും ഉണ്ട്.
ഒരു മെത്തേഡ്, എളുപ്പമുള്ള മെത്തേഡ് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൊല്യൂഷൻ കാണുന്നു, അതിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം കിട്ടണം. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടാൻ 1ഉം 2 ആണ് യൂസ് ചെയ്തത്. -2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മൈനസ് ആവണം. പക്ഷെ ഇവിടെ 1 കിട്ടണം. -1 2, -1ഉം 2 ആണ്. -1 × 2 എന്താ? -2. -1 + 2 എന്താ? 1. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ -1ഉം 2 ആണ്. അതായത് x + 1 ഇൻറ്റു ഇതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ x + 1 ഇൻറ്റു x - 2 = 0 എന്ന് നമുക്ക് എഴുതാലോ. അപ്പോൾ x + 1 = 0 or x - 2 = 0. Therefore x = -1, x = 2. ഇതാണ് രണ്ട് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് എഴുതണം. സെറ്റ് എങ്ങനെ എഴുതും? സെറ്റ് A = the set -1 2. ഇതാണ് റോസ്റ്റർ ഫോമിലുള്ള ആൻസർ. അപ്പോൾ റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ x² + x - 2 = 0 ഇൻ റോസ്റ്റർ ഫോം. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ ഏതാണെങ്കിലോ? സെറ്റ് ബിൽഡർ ഫോം ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതണം? A = the set of x, all x such that എങ്ങനെയുള്ള x ആണ്? x ഈ പറഞ്ഞല്ലോ, the solution of the equation മനസ്സിലായോ? x is the solution of the equation x² + x - 2 = 0 എന്നിട്ട് സെറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമില് A = the set x such that x is the solution of the equation x² + x - 2 = 0 എന്നെഴുതി സെറ്റ് ബാക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. ഇതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുക, അല്ലാതെ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അധികം ഇല്ല. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഈ പോയിന്റ് മനസ്സിലാക്കുക. ഈ പോയിന്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. ഇതിന് സമയമൊന്നും വേണ്ട, മനസ്സിലായി കിട്ടി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പ്രോബ്ലം A = സെറ്റ് 2 4 6 etc. ഈ സെറ്റ് നോക്കാം. ഈ സെറ്റ് എന്താ പ്രത്യേകത? നമുക്ക് ഇത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. 2 4 6 ഈവൺ നമ്പേഴ്സ് ആണ്, ഈവൺ ഇൻറ്റീജേഴ്സ് ആണ്. ഇതിന് നെഗറ്റീവ് ഇല്ല, അപ്പോൾ പോസിറ്റീവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്ന ആൻസർ? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എന്താ? പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ് എന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താ? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം അതിന്റെ ആൻസർ A = set of all x such that എന്താണ്? x is a positive even integer. സെറ്റ് ക്ലോസ് ചെയ്യും. ഇത്ര എഴുതിയാൽ മതി. സെറ്റ് ഓഫ് ഓൾ x such that x is a positive even integer. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. A = set 2 4 6 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x such that x is a positive even integer. രണ്ട് മാറ്റർ എഴുതണം. പോസിറ്റീവ് ആണ്, ഈവൺ ഇൻറ്റീജർ ആണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. ക്ലിയർ? വേറെ ക്വസ്റ്റ്യൻ B. സെറ്റ് 3 6 9 12 അവിടെ സെറ്റ് ക്ലോസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇൻഫിനിറ്റ് അല്ല.
അപ്പം നമ്മൾ എന്താണ് ഇത് റോസ്റ്റർ ഫോമാണ്. ഇത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആൻസർ എഴുതണം. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്താ? ഇത് ഒബ്സർവ് ചെയ്യൂ, ഇത് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. 1 into 3, 2 into 3, 3 into 3, 4 into 3 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ബി സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് 2 മോഡൽ ഏതാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതിയാലും നമുക്ക് സ്പെസിഫൈ ചെയ്യണം. 12 വരെ നിൽക്കണം. 4 ടേമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ ശരിയാവില്ല. നമുക്ക് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 3n എന്ന് എഴുതുക. എന്നിട്ട് n-ന്റെ വാല്യൂ കൊടുക്കാം. കോമ n എങ്ങനെ കൊടുക്കണം? n നമുക്ക് 1, 2, 3, 4. 1 കൊടുത്താൽ n-ന് 1 കൊടുത്താൽ 3 കിട്ടും. 2 കൊടുത്താൽ 6 കിട്ടും. 3 കൊടുത്താൽ 9 കിട്ടും. 4 കൊടുത്താൽ 12 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുക്കും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം 4ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെ കൊടുക്കണം. ലെസ് ദാൻ മാത്രം കൊടുത്താൽ 1ഉം വരില്ല, ഇവിടെ 4ഉം വരില്ല. ലെസ് ദാൻ എന്ന് കൊടുത്താൽ അപ്പോൾ 1ഉം 4 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 n-ന്റെ വാല്യൂ. അപ്പോൾ 1 കൊടുക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n 1 കൊടുത്താൽ 3 കിട്ടി. 2 കൊടുത്താൽ 6 കിട്ടി. 3 കൊടുത്താൽ 9 കിട്ടി. 4 കൊടുത്താൽ 12 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. സെറ്റ് ബിൽഡർ ഫോം. ഈ ക്വസ്റ്റ്യൻ്റെ റോസ്റ്റർ ഫോമിലുള്ള ഈ ക്വസ്റ്റ്യൻ്റെ കൺവേർഷൻ സെറ്റ് ബിൽഡർ ഫോം ഇതാണ്. ക്ലിയർ? ഇതൊരു രസകരമായ പ്രോസസ്സാണ്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ സി എന്താണ്? സപ്പോസ് 1, 4, 9, 16 എക്സെട്ര 100 ആയിരിക്കും. ഇത് നോക്കൂ, ഇത് റോസ്റ്റർ ഫോമിലുള്ള ഒരു സെറ്റാണ്. ഇതെന്താ പ്രത്യേകത? 1, 4, 9, 16 നമുക്ക് മനസ്സിലായി. സ്ക്വയർ ആണ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര 10 സ്ക്വയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഡെഫിനിഷൻ ഇവിടെ എഴുതണം. അപ്പോൾ ആൻസർ എന്താ? സെറ്റ് സി ഈക്വൽ ടു സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്? എക്സ് ഈക്വൽ ടു n സ്ക്വയർ എന്ന് കൊടുക്കും. ഇവിടെ നോക്കൂ, ഇവിടെ n-ന്റെ വാല്യൂ 1 കൊടുത്താൽ 1 കിട്ടി. n-ന്റെ വാല്യൂ 2 കൊടുത്താൽ 4 കിട്ടി. 3 കൊടുത്താൽ 9 കിട്ടി. 4 കൊടുത്താൽ 16 കിട്ടി. 10 കൊടുത്താൽ 100 കിട്ടി. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ n ഈക്വൽ ടു 1, 2, 3, 10 എഴുതാം. നമുക്ക് ഈ സിസ്റ്റം അനുസരിച്ച് എഴുതാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എഴുതാം. 1 ഉൾപ്പെടും, 10 ഉൾപ്പെടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ 1-ന് കൊടുത്താൽ n-ന് 1 വാല്യൂ കൊടുത്താൽ 1 കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. 2 കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടി. 3 കൊടുത്താൽ തേർഡ് ടൈം കിട്ടി. 4 കൊടുത്താൽ ഇനി 10 കൊടുത്താൽ 10th ടൈം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡി. ഈ ക്വസ്റ്റ്യൻ 2, 4, 8, 16, 32 ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. നമ്മൾ നോക്കൂ എങ്ങനെ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യും. 2-ന്റെ ഇരട്ടിയാണ് 4, 4-ന്റെ ഇരട്ടിയാണ് 8, 8-ന്റെ ഇരട്ടിയാണ് 16, 16-ന്റെ ഇരട്ടി. അതാണ്. പക്ഷെ അതിനൊരു ഡെഫിനേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 2n എന്ന് കൊടുത്താൽ എന്തുണ്ടാവും? 2n, n-ന് വാല്യൂ മാറ്റി കൊടുത്താൽ മതി. n-ന് 1 കൊടുത്താൽ 2 കിട്ടി.
2 കൊടുത്താൽ 4 കിട്ടി, 4 കൊടുത്താൽ 8 കിട്ടി. അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് വാല്യൂ എഴുതണമെന്ന് മാത്രം. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കാണാം ഡി. സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n എഴുതുക, വേർ n ഈക്വൽ ടു 1 കൊടുത്താൽ 2 കിട്ടി, പിന്നെ 2 കൊടുത്താൽ ഈ ടേം കിട്ടി, 4 കിട്ടി, 4 കൊടുത്താൽ 8 കിട്ടി, 8 കൊടുത്താൽ 16 കിട്ടി, 8 കൊടുത്താൽ 16 കിട്ടും, 16 കൊടുത്താൽ 32 കിട്ടി. ഇതുവരെയുള്ളൂ. n ഈക്വൽ ടു 1, 2, 4, 8, 16. ഇനി ഇല്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ടൈംസേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ടൈംസിന് നമുക്ക് വാല്യൂ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n വേർ n ഈക്വൽ ടു 1, 2, 4, 8, 16. ഇതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ റോസ്റ്റർ ഫോം തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക, സെറ്റ് ബിൽഡർ ഫോം തന്നാൽ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ്, പിന്നെ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.